3 ലെയർ ടാങ്കിന്റെ 3 ലെയേഴ്സ് ആയി കാണുന്നത്. ഇത് ഔട്ടർ ലെയർ ആണ്. അതുപോലെ തന്നെ ഇന്നർ ഫോം ലെയർ ആണ്. നമ്മളെ ഈ പുറത്ത് ടാങ്ക് ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് അകത്തേക്ക് വരാതിരിക്കാനുള്ള ഫോം ലെയർ ആണിത്. ഇത് നമ്മുടെ ഇന്നർ ലെയർ ആന്റി മൈക്രോബിയൽ ലെയർ ആണ്. അതായത് ഫംഗസും ബാക്ടീരിയ ഒന്നും ഇതിനകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ആറ്റിക്ലാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും മടിയുള്ള, നമ്മളെല്ലാവരും കാര്യം എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് മടിയുള്ള കാര്യമാണ് പുറപ്പുറത്ത് കയറി ടാങ്ക് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ടാങ്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വന്നതാണ്. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ ഇൻഡസ്ട്രീസിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് വാഷ് ചെയ്യുന്ന ടാങ്ക്. ഇത്രയും നമുക്കും അറിയുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ ഫാക്ടറി വിസിറ്റ് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ടാങ്കിന് ഇൻപുട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻപുട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കണ്ടീഷനിൽ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്ലംബിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇൻപുട്ട്. രണ്ടും കണക്ട് ചെയ്യണമെന്നില്ല. ഒന്ന് ഇത്തരത്തിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം, ഒരെണ്ണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ അകത്തെ ഈ പ്ലംബിംഗ് എല്ലാം കമ്പനി തന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലംബിംഗ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ഒരു പ്ലംബർ ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലംബിംഗ് എല്ലാം കമ്പനി തന്നെ ഡയറക്റ്റ് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻപുട്ടിലുള്ള വെള്ളം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തില് 4 എൽബോയിലേക്ക് വന്ന് നിൽക്കുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇത്തരത്തിൽ ഇങ്ങനെ സർക്കുലർ മോഷനിലായിരിക്കും വെള്ളം ഉണ്ടാവുക. വെള്ളം സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഈ താഴത്തുള്ള എന്താ പറയാ, ഇതിനകത്ത് ഒരു വേസ്റ്റ് വെള്ളം മുഴുവൻ ഈ അടിയിലായിരിക്കും സ്റ്റോർ ആയി കിടക്കുന്നുണ്ടാവുക. നമ്മൾ പുതിയ വെള്ളം വരുന്ന സമയത്ത് ഈ വെള്ളം ഈ രീതിയിൽ കറങ്ങി പോകും. അതുപോലെ തന്നെ വേസ്റ്റ് കംപ്ലീറ്റ് അടിയിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഈ ഭാഗത്തെല്ലാം നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിൽക്കുന്ന സാഹചര്യം വരും. നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ വേസ്റ്റ് വാട്ടർ ഇതിന്റെ അടിയിലുള്ള ഡ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് വാട്ടർ കളയാനായിട്ടും പറ്റും. ഇതിൽ കൂടെ ആയിരിക്കും നമുക്ക് നമ്മൾ യൂസ് ചെയ്യാനുള്ള വെള്ളം എടുക്കുന്നത്. ഇതിന് താഴത്തേക്ക് ഏകദേശം 150 ലിറ്റർ ആയിരിക്കും വെള്ളം, അതായത് ഇതിലെ വേസ്റ്റ് വാട്ടർ ആയിട്ട് ആ സെൽഫ് ക്ലീനിങ് ആയിട്ട് നിൽക്കുന്ന ആ വെള്ളം ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവും. ഈ ഒരു ടാങ്കിൽ നമ്മൾ കണ്ട 2 അഡ്വാൻറ്റേജിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ടാങ്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ചെളിവെള്ളം ടാങ്കിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കും. പിന്നീട് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് അത് കുത്തി ഒലിച്ചിട്ട് നമ്മുടെ ടാപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ആ ചളിവെള്ളം വരാനും അത് പിന്നീട് കുറെ നാൾ കഴിയുമ്പോഴേക്കും ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടുത്തെ കേസിൽ നമുക്ക് അങ്ങനെ വെള്ളം ഡെപ്പോസിറ്റ് ആയി കിടക്കുന്ന ഒരു സാഹചര്യം വരില്ല. അതിലുപരി കണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യപ്പെടേണ്ടി വരില്ല. നമുക്ക് തന്നെ ഇടയ്ക്ക് പോയിട്ട് ഈ വേസ്റ്റ് വാട്ടർ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിലെ വെള്ളം നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 6 അടി ഹൈറ്റ് ഉള്ള SS-ലുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതേപോലെ 4 അടിയിലും 2.5 അടിയിലും നമുക്ക് സ്റ്റാൻഡുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലാണ് നമ്മൾ ഈ ടാങ്കിനെ നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ പ്രഷർ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഒത്തിരി ഹൈറ്റ് ഉള്ളതാണെങ്കിൽ ചെറിയ സ്റ്റാൻഡ് മതി. ഇപ്പൊ 2 നിലയുള്ള വീടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഹൈറ്റിൽ ഒരു 6 അടി ഹൈറ്റിലുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലും തെറ്റില്ലാത്ത പ്രഷർ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ കൂടെ ഇപ്പോൾ ഓഷ്യൻ പോളിമേഴ്സിലെ പ്രൊഡക്ഷൻ ഹെഡ് രമേശ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ രമേശ് സാർ, നമുക്ക് ആദ്യമേ നമ്മൾ ഒരു സെൽഫ് വാഷിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിന് നമ്മുടെ കമ്പനി ഇട്ടിട്ടുള്ള പേരെന്താന്നുള്ളത്? ഇതിന് ബിഗ് ബോസ് ഹൈജീൻ പ്ലസ് സീരീസ് എന്ന് പറയുന്ന ഒരു ടാങ്ക് ആണ് ഇത്. ബിഗ് ബോസ് ഹൈജീൻ പ്ലസ്. ഹൈജീൻ പ്ലസ് അതെ അതാണ് ഇതിന്റെ പേര്. സെൽഫ് വാഷിംഗ് എങ്ങനെയാണ് അത് നടക്കുന്നത്? ഇത് നമുക്ക് സാധാരണ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കണമെങ്കിൽ ഇതിൽ ആളിറങ്ങിപ്പോയി വെള്ളം അടിച്ചു കഴുകി ചെയ്യണം. ഇതിൽ ടാങ്കിന്റെ ഉള്ളിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതില് വെള്ളം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്ന ഓടിയിട്ട് വെള്ളം അടിഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നിറഞ്ഞിട്ട് മേലോട്ട് ഫില്ല് ചെയ്ത് വരുന്നു. ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ടാണ് വെള്ളം പോകുന്നത്. അപ്പൊ അഴുക്കുകൾ മുഴുവൻ ഇതിന്റെ അടിഭാഗത്തേക്ക് സ്റ്റോറേജ് ആവും. നമ്മൾ യൂസേജിന് താഴെ മുഴുവൻ അഴുക്കുവെള്ളം ആണ് നിൽക്കും. പിന്നെ നിറഞ്ഞിട്ട് ക്ലീൻ വെള്ളം മേലോട്ട് നിറഞ്ഞിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് അഴുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ആവില്ല, നിക്കില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം അങ്ങനെ ഇറങ്ങി വരും. വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഈ ടാങ്കിൽ ഉണ്ടാവും. ഹൈജീൻ പ്ലസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതെ.
വേറെ എന്തൊക്കെയാ നമുക്ക് ഒരു നോർമൽ ടാങ്കിനകത്ത് വേറെ എന്തൊക്കെയാ ഇതിനകത്ത് വ്യത്യാസങ്ങൾ നമുക്ക് പറയാം? ഇത് പിന്നെ നിലത്തുനിന്ന് പൊങ്ങിയിട്ട് 2.5 അടി 4 അടി 6 അടി സ്റ്റാൻഡുകളിലാണ് ഇതുള്ളത്. MS-ന്റെ സ്റ്റാൻഡുകളും ഉണ്ട്, SS-ന്റെ സ്റ്റാൻഡുകളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ആ സ്റ്റാൻഡ്? അതായത് ഇപ്പൊ പിന്നെ 2 നിലയുള്ള ഒരു വീടിന് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളത്തിന്റെ ഫോഴ്സ് കുറയുന്നു. അവിടെ ഒരു ഹെഡ് കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഫോഴ്സ് കൂടുതൽ കിട്ടും. ആ ഒരു പ്രയോജനം കൂടി അതിനും കൂടി ഉണ്ടാവും. പിന്നെ ഇതിന്റെ അഴുക്ക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡ്രെയിൻ ഈ അടിഭാഗത്തുള്ളത് അത് പൈപ്പ് ലൈൻ ചെയ്ത് നമുക്ക് ഗാർഡനിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ വെള്ളം വേസ്റ്റ് ആയി പോകുന്നില്ല. അത് ചെടികൾ നനക്കാനും മറ്റുള്ള ഉപയോഗത്തിന് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതെ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇതിന് മേലെ നമുക്ക് ഇതുവരെ ഒരു 1111 ലിറ്റർ സ്റ്റോറേജ് വെള്ളം ഇതിലുണ്ടാവും. നമുക്ക് യൂസബിൾ വെള്ളം 1111 ലിറ്റർ. അതെ 1111 ലിറ്റർ. അതിന് താഴത്തേക്ക് ഏകദേശം ഒരു 150 ലിറ്ററോളം സ്റ്റോറേജ് വെള്ളം ഇതിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പൊ എപ്പോഴും സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ടെറസിന് വരുമ്പോ കാറ്റ് പിടിക്കില്ലേ, ഈ ടാങ്ക് മറിഞ്ഞു പോലും. എപ്പോഴും ഈ 150 ലിറ്റർ വെള്ളം ഇതിലുള്ള കാരണം ഇത് പിന്നെ ഈ ടാങ്കും ഇതിന്റെ സ്റ്റാൻഡേർഡൊക്കെ ഏകദേശം ഒരു 100 കിലോ വെയിറ്റ് ആണ് ഇതിന്. അപ്പൊ ഒരു 250 കിലോ ഡെഡ് വെയിറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ കാറ്റൊന്നും പിടിക്കേണ്ട ഒരു സംഭവം ഈ ടാങ്കിന് ഉണ്ടാവില്ല സാധാരണ ഗതിയിൽ. അതാണ് ഈ ടാങ്കിന്റെ പ്രത്യേകത. ഇത് 3 ലെയർ ടാങ്കാണ്. 3 ലെയർ ടാങ്കിൽ ഔട്ട് സൈഡ് നമ്മൾ സാധാരണ പറയുന്ന പോലെ വൈറ്റ്, മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റഡ് ലെയർ ആണ്. ഇൻസുലേറ്റഡ് ഫോം ലെയർ ആണ് ഈ മിഡിൽ ലെയർ, ആ ബ്ലാക്ക് കാണുന്നത്. അപ്പം വെള്ളം യാതൊരു കാരണവശാലും ചൂടാവില്ല ഇതിൽ, യാതൊരു കാരണവശാലും. മറ്റുള്ള ടാങ്കുകൾ നമ്മൾ പറയുന്ന പോലില്ല, ഇതിൽ ഈ ലെയർ തന്നെ ഇൻസുലേറ്റഡ് ലെയർ ആണ്. ഇതൊരു ഫോം ടാങ്കും കൂടിയാണ്. ഈ മിഡിൽ ലെയർ ഒരു ബ്ലാക്ക് ഫോം ലെയർ ആണ്. അതൊരു ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ആണ്. അതെ, പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഈ ആന്റി ബാക്ടീരിയൽ ലെയർ ആണ് ഈ ഇൻസൈഡ് മൂന്നാമത്തെ ലെയർ. മറ്റുള്ള സാധാരണ അതെ, ഈ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മൈക്രോബാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആന്റി മൈക്രോബയൽ മാസ്റ്റർ ബാച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന കോമ്പൗണ്ടാണ് ഇതിന്റെ ഇന്നർ ലെയർ. അതില് സാധാരണ ബാക്ടീരിയ ഒരു 24 മണിക്കൂർ ഈ വെള്ളം നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്ടീരിയ, ഇപ്പം ഈക്കോളി അങ്ങനെ എന്ത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയയും കൂടി നിർജീവമായി പോകും. അതിനുള്ളൊരു മൈക്രോബയൽ കോട്ടിംഗ് കൂടിയുള്ള മാസ്റ്റർ ബാച്ചാണ് ഈ ഇന്നർ ലെയർ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആന്റി മൈക്രോബയൽ ടാങ്ക് എന്ന് നമ്മൾ പറയുന്നത്. അതെ, ഹൈജീൻ സീരീസ് എന്ന് പറയുന്നതിന് പ്രത്യേകത അതാണ്. ഇതിന്റെ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വാറണ്ടി ടാങ്കിന് നമ്മൾ 10 ഇയേഴ്സ് ടാങ്കിന് നമ്മൾ വാറണ്ടി കൊടുക്കും. സ്റ്റാൻഡിന് പിന്നെ അത് നമ്മൾ പെയിന്റ് അടിച്ച് പ്രൊട്ടക്ട് ചെയ്യണം. അതെ, സ്റ്റീലും കൂടെയാണ്. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് SS304 ഗ്രേഡിലുള്ള സ്റ്റീൽ തന്നെ ഉപയോഗിക്കുന്നത്. അത് തുരുമ്പാവില്ല. പക്ഷെ ടാങ്കിന് നമ്മൾ 10 ഇയേഴ്സ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നു. 10 ഇയേഴ്സ് ഗ്യാരണ്ടി കൊടുക്കും. ഇത് എത്ര ലിറ്റേഴ്സിലൊക്കെ നമുക്ക് വരുന്നത്? ഇത് ഒരേ ഒരു ലിറ്റർ മാത്രം, 111 ലിറ്റർ. അതെ, 1111 എന്ന് പറയുന്ന ഒരു ഇതാണ് ഹൈജീൻ. അതെ, ഒറ്റ സൈസ്. അതെ, 1111 ലിറ്റർ എന്ന് പറയുന്ന ഒറ്റ സീരീസിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് ഒരു 16,500 മുതൽ ഒരു 22,500 രൂപ വരെ നമ്മളെ MS ടാങ്കുകളും പിന്നെ MS സ്റ്റാൻഡേർഡ് ടാങ്കുകൾ, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറയുമ്പോൾ ഏകദേശം ഒരു 18,500 മുതൽ ഒരു 32,000 രൂപ വരെ. അല്ല, അപ്പൊ ആ സ്റ്റീൽ സ്റ്റാൻഡിന്റെ വിലയിലാണോ ഈ മാറ്റം വരുന്നത്? അതെ അതെ അതെ. ഇത് ടാങ്കിന് ഒരു വില, പിന്നെ സ്റ്റാൻഡിന്റെ ഹൈറ്റിനനുസരിച്ച് അതിലൊരു വില വ്യത്യാസം ഉണ്ടാവും. സ്റ്റാൻഡിന്റെ ഹൈറ്റിൽ വ്യത്യാസം. 3 ഹൈറ്റിലെ സ്റ്റാൻഡ് വ്യത്യാസം. 3 വില വരുന്നത് അത് SS-ലും ഇതേപോലെ തന്നെ 3 SS-ലും അങ്ങനെ തന്നെ. SS-ൽ പിന്നെ MS-നെക്കാട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ സർജിക്കൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകളാണ്. അതിന് MS-നെക്കാട്ടും ഏകദേശം 3.5 ഇരട്ടി മാത്രം മെറ്റീരിയൽ തന്നെ വില വ്യത്യാസമാണ്. അതാണ് അതിന്റെ കോസ്റ്റ് വ്യത്യാസം. ആ വ്യത്യാസം അതാണ്. ഇത് അതുപോലെ നമുക്കിപ്പം മേടിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? നേരെ നമ്മളെ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ മാർക്കറ്റിംഗിലെ മേജർ സാർ നിങ്ങൾക്ക് വിവരിച്ച് നൽകുന്നതായിരിക്കും. നമ്മുടെ WPC ഫ്രെയിംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേജർ കണ്ടിട്ടുണ്ട്. മേജർ എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യൻ പോളിമേഴ്സിന്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വേറെ നമുക്ക് ഇത് മേടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാണുന്ന ആൾക്കാർക്ക്. ഓഷ്യന്റെ ഒരു ബിസിനസ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് കേരളത്തിലുടനീളം നമുക്ക് ഡീലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവർ വഴി നിങ്ങളുടെ അടുത്തുള്ള ഡീലറിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MS സ്റ്റാൻഡോ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡോ അടക്കമുള്ള ടാങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ടാങ്ക് നമ്മൾ വിൽപ്പന ചെയ്യുന്നത് ടാങ്കും അതുപോലെ സ്റ്റാൻഡും ചേർത്തിട്ടാണ്. അപ്പൊ ചിലർ ചോദിക്കും ഞങ്ങൾ സ്റ്റാൻഡ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ അത് ശാസ്ത്രീയമായ നിർമ്മാണം പൂർത്തീകരിക്കില്ല എന്നുള്ളത് കൊണ്ടും ടാങ്കിന് അതിൻ്റെതായിട്ടുള്ള ദോഷം വരാൻ സാധ്യതകളുണ്ട്. നമ്മളത് അത്തരത്തിലുള്ള സെയിൽ പ്രോട്ടോടൈപ്പ് ഇല്ല. നമുക്ക് നമ്മളെ വിളിക്കാം.
വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ടാങ്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഡീലർ ആണെങ്കിൽ ഡീലർ വഴി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതായത് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഡീലേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവർക്ക് തന്നെ തരാനായിട്ട് പറ്റും. അപ്പോൾ മെജോറിറ്റി പറഞ്ഞതുപോലെ ആ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ 6 അടി ഹൈറ്റ് ഉള്ള SS-ലുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് 4 അടിയിലും 2.5 അടിയിലും ഉണ്ട്. അപ്പൊ നമുക്കൊരു 2 നില വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ അത്യാവശ്യം പ്രഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള 6 അടിയുള്ള സ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് SS-ലും അതുപോലെ MS-ലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിനകത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളത്തിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഓട്ടോ വാഷ് ചെയ്തിട്ട് ആ ചെളിയോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന വെള്ളം ഈ സമ്പിൽ ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഔട്ട്ലെറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വാൾവ് വെക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ താഴെ കൊണ്ടുവയ്ക്കാം. അപ്പൊ അതുകൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാഷ് ചെയ്തിട്ടുള്ള ഈ വെള്ളം കളയുന്നതിന് വേണ്ടി ഒരാളും നമ്മുടെ വീടിന്റെ മുകളിലോ അല്ലെങ്കിൽ ടാങ്കിന്റെ അടുത്തേക്ക് എത്തേണ്ട കാര്യമില്ല. നമുക്ക് താഴെ തന്നെ ആ വാൾവ് തുറന്ന് നമുക്ക് ആ വേസ്റ്റ് വാട്ടർ കളയാനായിട്ട് പറ്റും. അതുപോലെ ഈ ടാങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര പൊക്കത്തിൽ വെക്കുന്ന സമയത്ത് കാറ്റ് പിടിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഒരു 4-5 ആളുകൾ ചേർന്നിട്ടാണ് ഈ ടാങ്ക് മാത്രം എടുത്ത് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ ഈ ഒരു ടാങ്ക് വെക്കുന്നതോടുകൂടെ നമുക്ക് ഒരു കാര്യം കൂടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 150 ലിറ്റർ നമുക്ക് ഇവിടെ സ്റ്റോറേജ് കൂടെ ഉണ്ട്. അപ്പൊ ആ വെയിറ്റ് കൂടെ വരുമ്പോഴേക്കും ഇത് നല്ല ഫേം ആയിട്ട് നമുക്ക് ഇവിടെ നിന്നോളൂ, കാറ്റ് പിടിക്കുന്നുള്ളൊരു പേടി വേണ്ട.